ലോക്സഭാ സ്പീക്കറുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മത്സരം ഒഴിവാക്കാൻ ബി.ജെ.പി. തയ്യാറാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം. ഇത്തവണ കീഴ്വഴക്കങ്ങൾ ലംഘിക്കാൻ ബി.ജെ.പി. അനുവദിക്കില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പിയുടെ മുന്നറിയിപ്പ്. സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തുമായി ആശയവിനിമയം നടത്താനോ പ്രതിപക്ഷത്തോട് സംസാരിക്കാനോ ഭരണകക്ഷിയായ ബി.ജെ.പി. തയ്യാറായിട്ടില്ല. രണ്ട് കക്ഷികളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഭരിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതാണ്. പക്ഷേ ഏകപക്ഷീയമായ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് അപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിന് വലിയ യോഗം ചേരേണ്ട കാര്യമില്ല, ആശയവിനിമയം നടത്തിയാൽ മതിയല്ലോ. സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവുമായി ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ 24 പറഞ്ഞു. പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചാണ് DMKക്ക് ബി.ജെ.പി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തതെന്നും NK പ്രേമചന്ദ്രൻ MP 24നോട്. 234 അംഗങ്ങളുള്ള പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടായിട്ടും അത്തരത്തിലൊരു കൂടിയാലോചനയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിനോ ഇനിയും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. സ്പീക്കർ ആര് എന്ന അനൗൺസ്മെന്റ് ഉണ്ടായതിനു ശേഷം ഈ കാര്യത്തെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം ഇന്ത്യ മുന്നണി എടുക്കും. ആ വിള്ളലുണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഓഫർ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായത് എന്നാണ് എൻ്റെ വിശ്വാസം.